നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരിടയ്ക്ക് മുങ്ങിപ്പോയ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദം വീണ്ടും ഒരു കൂട്ടർ കൊഴുപ്പിക്കുന്നു. രാഹുലിന്റെ എതിരാളികൾ കൃത്യമായി ഈ വിഷയം എടുത്തിട്ട് കത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. വ്യാപക സൈബർ ആക്രമണം ഞങ്ങൾക്ക് നേരെ നടക്കുന്നു, അവന്മാരെ തൂക്കി അകത്തിടണം. രാഹുലിന്റെ ശിങ്കിടികൾ ഫെനി നയനാനും നിയാസ് മലബാറിക്കുമെതിരെ പോലീസിൽ പരാതി. കിട്ടിയ പാടെ ചാടിയിറങ്ങി പോലീസ് മേധാവി വേണ്ട നടപടി ഉടൻ തന്നെ എടുക്കണമെന്ന് ആഭ്യന്തരമന്ത്രിയുടെ ഉത്തരവ്. തങ്ങളെ വ്യക്തിഹത്യ ചെയ്യാനും സോഷ്യൽ മീഡിയയിലൂടെ അപമാനിക്കാനും ശ്രമിക്കുന്നവർക്കെതിരെ കർശന നടപടി വേണമെന്നാണ് അതിജീവിതമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വാർത്ത പുറത്തു വന്നതോടെ രാഹുൽ മാങ്കൂട്ടവും കളത്തിലേക്കിറങ്ങി. സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ട് അതിജീവിതമാരെയും പോലീസിനെയും പിണറായി വിജയനെയും വെല്ലുവിളിച്ചിരിക്കുകയാണ് പാലക്കാട് MLA. എല്ലാ തെളിവും ഞാൻ പുറത്തുവിടാം, എന്താണ് സത്യമെന്ന് എല്ലാവരും അറിയട്ടെ, ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കല്ലേ, എൻ്റെ ഫോട്ടോയും വെച്ച് കാണിച്ചു കൂട്ടുന്ന പേക്കൂത്തുകൾക്ക് സൈബർ ആക്രമണത്തിന് ഞാൻ കൊടുക്കട്ടെ ഒരു പരാതി. വിജയന്റെ പോലീസ് ഈ ശുഷ്കാന്തി കാണിക്കുമോ എന്ന് പച്ചയ്ക്ക് ചോദിക്കുകയാണ് രാഹുലിന്റെ പോസ്റ്റ് വിശദമായി പരിശോധിക്കാം. സാധാരണ അല്പം കൂടി ക്രൗര്യഭാവത്തിലുള്ള ഫോട്ടോകളാണല്ലോ എൻ്റെ കൊടുക്കാറ്, ഇതിപ്പോൾ എന്ത് പറ്റി? പിന്നെ അടിയന്തര നിർദ്ദേശം കൊടുക്കുന്ന DGPയോട് ഞാൻ കൊടുത്ത പരാതികൾ കൂടി വായിച്ചെങ്കിലും നോക്കാൻ പറയണം. നിഷ്പക്ഷനാണ് എന്ന് തെറ്റിദ്ധാരണയെങ്കിലും ഉണ്ടാകട്ടെ. അല്ലെങ്കിൽ ഇപ്പോൾ പിൻസീറ്റ് ഡ്രൈവ് നടത്തുന്ന ശശിയെ IPS ഹോണററി കൊടുത്ത് DGP ആക്കിയേക്ക്. ഞാൻ ഇതുവരെ എന്തേലും സൈബർ ആക്രമണം നടത്തുകയോ എനിക്കെതിരെ അങ്ങനെ ഒരു പരാതിയോ ഉണ്ടോ? എന്നിട്ടും എൻ്റെ ചിത്രം എന്തിനാണ് കൊടുക്കുന്നത്? അപ്പോൾ ഈ മാധ്യമങ്ങൾ എനിക്കെതിരെ നടത്തുന്ന സൈബർ ആക്രമണത്തിന് ആര് കേസെടുക്കും? പിന്നെ എൻ്റെ കയ്യിലുള്ള തെളിവുകൾ പുറത്തു വിടാമെന്ന് പറയുമ്പോൾ തന്നെ എന്തിനാ ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത്? അറ്റവും മുറിയുമല്ല, കോടതിയിൽ സമർപ്പിച്ചതും സമർപ്പിക്കാൻ പോകുന്നതുമായ എല്ലാ തെളിവും പുറത്തു വിടാൻ ഞാൻ തയ്യാർ. എന്താണ് സത്യമെന്ന് എല്ലാവരും അറിയട്ടെ. സത്യത്തെ ആരാണ് ഭയക്കുന്നത്? എനിക്ക് ഭയമില്ല. ഇതായിരുന്നു രാഹുൽ കുറിച്ചത്. അതായത് രാഹുൽ തൻ്റെ ഈ പോസ്റ്റിൽ തന്നെ പറഞ്ഞു വെക്കുകയാണ്, എനിക്കിനിയും ചിലതൊക്കെ പറയാനുണ്ട്, എന്നെ കയറി ഇനിയും ചൊറിയാൻ നിന്നാൽ ഞാൻ പലതും വിളിച്ചു കൂവുമെന്ന്. ആർക്കാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ ഒരു മുന്നറിയിപ്പും താക്കീതും കൊടുക്കുന്നത്? അതിജീവിതമാർക്കാണോ അതോ ഭരണകൂടത്തിനോടാണോ? എന്തായാലും രാഹുൽ പലതും പറയാൻ തയ്യാറായി തന്നെ നിൽക്കുകയാണ് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. പതിവ് തെറ്റിയില്ല. പോസ്റ്റിന് താഴെ രാഹുൽ ആർമിയും കമ്മിക്കൂട്ടവും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. അതിജീവിതമാർക്ക് സാമ്പത്തിക സുരക്ഷയും ഭരണ സുരക്ഷയും കൊടുക്കാൻ ഭരണ പോലീസ് സംവിധാനങ്ങൾ ഉള്ളിടം വരെ ഇങ്ങനെ പൊതുജന ശ്രദ്ധയാകർഷണ പേക്കൂത്തുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു 1.5 മാസം കൂടി ആ വിഷം ചീറ്റിക്കൊണ്ടേയിരിക്കും. രാഹുൽ തിരിച്ച് കരുത്തനാകുന്ന ദിവസം വരിക തന്നെ ചെയ്യും. അതിനെ കക്ഷി രാഷ്ട്രീയത്തിലെ ഒരു നേതാവിനും തടയിടാൻ സാധിക്കില്ല. കാരണം രാഹുൽ കോൺഗ്രസുകാർക്കിടയിലെ അജയ്യനാണ്. അപ്പോൾ മറക്കരുത്, ഈ വേട്ടപ്പട്ടികളെ ചിരിക്കണം, ചിരി മായാതെ അവന്മാർക്ക് ബോധ്യമാകണം കൊടുത്ത പ്രഹരങ്ങൾ ഏറ്റുവാങ്ങാനും കൂടി ഉള്ളതാണെന്ന്. ഇങ്ങനെയായിരുന്നു രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് ഒരാൾ ഒരു കമൻറ്റ് വെച്ചത്. മറ്റൊരാൾ, പീഡന വീരനായ നിന്നെയും നിന്റെ കൂട്ടാളികളെയും ആടപടലം പൂട്ടും, അതാണ് തീരുമാനം, നീ എന്താന്ന് വെച്ചാൽ ചെയ് എന്ന് രാഹുലിന് ഒരു മുന്നറിയിപ്പ്. അത് CPMകാരൻ്റെ കമൻറ്റാണ്. ഒരു തെറ്റും ചെയ്യാത്ത, എല്ലാ തെളിവും കയ്യിലുള്ള, എന്നിട്ടും ഒരാഴ്ച ഒളിവിൽ പോയ മഹാനുഭാവൻ, നിന്നെ തെരുവിൽ കൈകാര്യം ചെയ്യുന്ന ഒരു നാള് വരും. അങ്ങനെ അടിച്ചും തിരിച്ചടിച്ചും സൈബർ ഇടത്തിൽ പോര് മുറുകുകയാണ്. അതിജീവിതമാർ കൊടുത്തിരിക്കുന്ന പരാതി ഫെനിക്കും നിയാസിനും ഒരു കുരുക്ക് തന്നെയാണ്. അതിജീവിതമാർക്ക് നേരെ വലിയ സൈബർ ആക്രമണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോസ്റ്റിട്ടും കമൻറ്റിട്ടും അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലാണ് രാഹുൽ ആർമിയുടെ ഇടപെടൽ. സൈബർ ഗ്രൂപ്പിൽ വരുന്ന പോസ്റ്റുകൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യണം? സൈബർ ആക്രമണം നടത്താൻ മുൻകൈ എടുക്കാൻ കമ്മിക്കൂട്ടങ്ങളല്ല ഞങ്ങളെന്ന് ഫെനിയുടെ മറുപടി. ഫെനി നയനാൻ, നിയാസ് മലബാറി ഇവരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് അതിജീവിതമാരുടെ പരാതി. കൂടാതെ ഫേസ്ബുക്കിലെയും ഇൻസ്റ്റഗ്രാമിലെയും വിവിധ വ്യാജ അക്കൗണ്ടുകൾക്കെതിരെയുമാണ് പ്രധാനമായും പരാതികൾ ഉയർന്നിട്ടുള്ളത്. രണ്ടാമത്തെ ബലാത്സംഗ കേസിലെ അതിജീവിത ഫെനി നയനാന്റെ നേതൃത്വത്തിൽ തനിക്കെതിരെ നിരന്തരമായ അധിക്ഷേപം നടക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിരിക്കുന്നത്. അതേസമയം 3ാം കേസിലെ അതിജീവിത നിയാസ് മലബാറി എന്ന അക്കൗണ്ടിനും സോഷ്യൽ മീഡിയയിലെ മറ്റ് വ്യാജ അക്കൗണ്ടുകൾക്കുമെതിരെ 2 പരാതികൾ സമർപ്പിച്ചിട്ടുണ്ട്. ഈ പരാതികൾ അതീവ ഗൗരവതരമായി പരിഗണിച്ച സംസ്ഥാന പോലീസ് മേധാവി വിഷയത്തിൽ അടിയന്തര അന്വേഷണം നടത്തി കേസെടുക്കാൻ അന്വേഷണ സംഘത്തിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസ് ആസ്ഥാനത്ത് ചേർന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ യോഗം പരാതികൾ വിലയിരുത്തുകയും പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം കേസെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തു.
ഫെനി നയനാനെതിരെയുള്ള പരാതി ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി അന്വേഷിക്കും. മറ്റു പരാതികളിൽ കാസർഗോഡ്, പത്തനംതിട്ട സൈബർ പോലീസ് അന്വേഷണം നടത്തും. വീണ്ടും സൈബർ ഇടം കത്തുന്ന ചർച്ചയാക്കി രാഹുൽ വിഷയം മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. സർക്കാരിനെതിരെ കുറച്ച് പൊള്ളുന്ന വിഷയങ്ങളുണ്ട്. അത് മറയ്ക്കാൻ രാഹുൽ വിഷയം ഇട്ട് കത്തിക്കുകയാണ് എന്നുള്ള ആരോപണം ശക്തമാകുന്നു. CPM-ന്റെ SDPI ബന്ധം വലിയ ചർച്ചയാണ്. അതിൽ നിന്ന് മാധ്യമ ശ്രദ്ധ തിരിക്കാനുള്ള കളിയാണിതെന്ന് രാഹുൽ ആർമി വാദിക്കുന്നു. ഫെനി നയനാനും ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തക ലക്ഷ്മി പത്മയ്ക്കിട്ടുള്ളതാണ് അത്. സർക്കാരിനെയും കടുത്ത ഭാഷയിലാണ് ഫെനി വിമർശിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റ് പങ്കുവച്ചതിന് പിന്നാലെയായിരുന്നു ഫെനിയുടെയും പോസ്റ്റ്. അതുകൂടി പരിശോധിക്കാം. തെളിവുകൾ പുറത്തുവിടാൻ തയ്യാറാണ്. സത്യം ജയിക്കട്ടെ എന്ന് രാഹുൽ MLA പറയുമ്പോൾ തന്നെ അത് അതിജീവിതമാർക്കെതിരെയാണെന്ന് ലക്ഷ്മി പത്മ പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ സത്യം അതിജീവിതമാർക്കെതിരെയാണെന്ന് തന്നെയാണോ ലക്ഷ്മി പത്മ ഉദ്ദേശിക്കുന്നത്? കോടതിയിൽ തെളിവ് സമർപ്പിക്കുമെന്ന് രാഹുൽ MLA പറയുമ്പോൾ തന്നെ അത് അതിജീവിതമാരെ ഭീഷണിപ്പെടുത്താനാണെന്ന് ലക്ഷ്മി പത്മ പറയുമ്പോൾ അവർ ഭയപ്പെടുന്ന സത്യങ്ങൾ ഉണ്ട് എന്നാണോ? പരാതിക്കാരുടെ ഐഡന്റിറ്റി രാഹുൽ പുറത്തുവിടുന്നു എന്ന് ലക്ഷ്മി പറയുന്നത് കേട്ടു. അതാണ് ഉദ്ദേശമെങ്കിൽ അത് എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തിന് ചെയ്യാമല്ലോ. ഇപ്പോഴുള്ള ചാർജുകളെ താഴെയല്ലേ അത്? പിന്നെ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി ആദ്യം വെളിപ്പെടുത്തിയത് ലക്ഷ്മി പത്മയാണ്. മൂന്നാമത്തെ പരാതിക്കാരി പീഡനം നടന്നു എന്ന് ആരോപിച്ച് ദിവസം കഴിഞ്ഞ് 5-ാം ദിവസം വിഷുക്കൈനീട്ടം കൊടുത്തതിൻ്റെ ബാങ്ക് ഡേറ്റ അടക്കം പുറത്തുവിട്ടത് ലക്ഷ്മി പത്മയാണ്. ആദ്യ പരാതിക്കാരി കൊടുത്ത പരാതിയിൽ രാഹുൽ MLA-ക്കെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞതുപോലെ ലക്ഷ്മി പത്മയ്ക്കെതിരെയും പരാതി കൊടുത്തിരുന്നു എന്ന് പോലും വാർത്തകൾ ഉണ്ടായിരുന്നു. രാഹുൽ MLA ചോദിച്ചതുപോലെ നിങ്ങളൊക്കെ എന്തിനാണ് സത്യത്തെ ഇങ്ങനെ ഭയക്കുന്നത്? ഇതായിരുന്നു ഫെനി പങ്കുവച്ച ഒരു പോസ്റ്റ്. വേറൊരു പോസ്റ്റും കൂടി ഉണ്ടായിരുന്നു. അത് നിയാസ് മലബാറിയെ പിന്തുണച്ചുകൊണ്ടായിരുന്നു. അതുകൂടി ഒന്ന് നോക്കാം. കയ്യിലൊരു സർക്കാരുണ്ട് എന്ന് കരുതി എന്ത് തോന്നിവാസവും ചെയ്യാമെന്നാണ് ഇവിടുത്തെ ചിലരുടെ വിചാരം. തോന്നിവാസങ്ങളും നിയമവിരുദ്ധതയും ചെയ്യാനുള്ള ആ സർക്കാർ ലൈസൻസിന്റെ കാലാവധി ഇപ്പോൾ തീരും. പിന്നെയും ഈ ലോകം ഇങ്ങനെ തന്നെ കാണും. സത്യങ്ങൾ വിളിച്ചു പറയുന്ന സർക്കാരിന്റെ സ്ഥിരം വിമർശകനായ നിയാസ് മലബാറി എന്ന കോൺഗ്രസ് പ്രവർത്തകന്റെ അക്കൗണ്ടും പ്രതിപക്ഷ നേതാവിൻ്റെ ഇന്റർവ്യൂ നീക്കം ചെയ്തതുപോലെ ചെയ്തത്. ഒരു അക്കൗണ്ട് പോയാൽ അടുത്തത്, അല്ലാണ്ട് വാ മൂടി വെപ്പിക്കാൻ കഴിയില്ല. സത്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. എല്ലാവരും ഞങ്ങൾക്കൊപ്പം നിൽക്കണം എന്ന് മറ്റൊരു പോസ്റ്റ് കൂടി പങ്കുവച്ചിട്ടുണ്ട്. ഫെനി പറഞ്ഞു വയ്ക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ചില സത്യങ്ങൾ തുറന്നു പറയാൻ തെളിവുകൾ ഉൾപ്പെടെ സമർപ്പിക്കാൻ തയ്യാറാകുമ്പോൾ അതിനെ ഭയക്കുന്ന ഒരു കൂട്ടരാണ് ഇത്തരത്തിൽ ചില ഗിമ്മിക്കുകളുമായി ഇറങ്ങിയിരിക്കുന്നത് എന്നാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വീണ്ടും കത്തുന്നു. അല്ല, ചിലരൊക്കെ കത്തിക്കുന്നു. ഫെനിയോട് കടുത്ത പകയാണ് മൂന്നാം പരാതിക്കാരിക്കുള്ളത്. കാനഡക്കാരി രാഹുലിന് ഇങ്ങോട്ടയച്ച സ്ക്രീൻഷോട്ടുകൾ മുഴുവൻ പുറത്തുവിട്ട് അവരുടെ ബലാത്സംഗ ആരോപണം പൊളിച്ചു കൊടുത്തത് ഫെനി ആയിരുന്നല്ലോ. രാഹുലിനെ തനിയെ കാണണം, പണം അയച്ചു കൊടുത്തത്, സാധനങ്ങൾ വാങ്ങിക്കൊടുത്തത് തുടങ്ങിയെല്ലാം ഫെനി വലിച്ചു പുറത്തിട്ടു. പീഡനം നടന്നുവെന്ന് ഇവർ പരാതി പറഞ്ഞ ഡേറ്റിലെ കള്ളത്തരം ഉൾപ്പെടെയായിരുന്നു പൊളിച്ചത്. അതിക്രൂരമായി രാഹുൽ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ദിവസത്തിന് ശേഷമാണ് അവർ രാഹുലിന് ചില സമ്മാനങ്ങളൊക്കെ അയച്ചു കൊടുത്തതും സ്നേഹത്തോടെയുള്ള മെസ്സേജുകൾ അയച്ചതുമൊക്കെ. അതെല്ലാം ഫെനി പുറത്തേക്ക് വിട്ടു. എന്നിട്ട് ഒരൊറ്റ ചോദ്യം ചോദിച്ചു, അതിക്രൂരമായി പീഡിപ്പിച്ച ഒരാൾക്ക് സമ്മാനങ്ങളൊക്കെ കൊടുക്കുമോ എന്ന്. അതോടുകൂടി മൂന്നാം പരാതിക്കാരിയുടെ വായടഞ്ഞിരുന്നു. കോടതിയിലും ഈ വിഷയം വലിയ ചർച്ചയായി വന്നപ്പോൾ കോടതി പോലും ഈ പരാതി വലിച്ച് ചവറ്റുകൊട്ടയിൽ എറിയുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്തിടെ രാഹുലിനെ കടന്നാക്രമിച്ചുകൊണ്ട് പറഞ്ഞത് നാട് നീളെ വ്യഭിചരിച്ച് നടന്നിട്ട് എന്നൊക്കെയായിരുന്നു. ഗണേശന്റെ വിഷയം പോലെ അല്ല ഇത്. കുടുംബ പ്രശ്നമാണ് ഗണേശൻ്റേത്. അങ്ങനെയാണോ ഇത് എന്നൊക്കെയായിരുന്നു ഒരു ഉളുപ്പുമില്ലാതെ മുഖ്യമന്ത്രി മെഴുകിയത്. ഇന്നിപ്പോൾ പാലക്കാടെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഹുൽ വിഷയം ചർച്ചയാക്കി വിട്ടു. പാലക്കാട് MLA സ്ത്രീ സുരക്ഷയ്ക്ക് അപകടം സൃഷ്ടിക്കുകയാണെന്ന് മോദി പറഞ്ഞു. അതാണ് കോൺഗ്രസിന്റെ യഥാർത്ഥ മുഖമെന്നും സ്ത്രീ സുരക്ഷയ്ക്ക് ഭീഷണിയായി മറ്റൊരു കോൺഗ്രസ് നേതാവും സ്ത്രീവിരുദ്ധതയുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് പുറത്തായി. ഇവരെ സൂക്ഷിക്കണമെന്നാണ് കേരളത്തിലെ സ്ത്രീകളോട് പറയാനുള്ളതെന്നും മോദി പരിഹസിച്ചു. വരുന്നവരും പോകുന്നവരും ഒക്കെ സെക്ഷൽ പെർവേർട്ട് എന്ന് വിളിച്ചിട്ടും ഒരു കുലുക്കവും ഇല്ലാതെ നിൽക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതേ ചിരി തന്നെ. പാലക്കാട് സ്ഥാനാർത്ഥി രമേശ് പിഷാരടിയെ എതിരാളികൾ തളർത്താൻ നോക്കുന്നതും രാഹുൽ വിഷയം പറഞ്ഞുകൊണ്ടാണ്. ഇതിനിടെ പാലക്കാട് കോൺഗ്രസിന് തലവേദനയായിട്ട് മറ്റൊരു വിഷയമുണ്ട്. ദളിത് യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന പരാതിയിൽ പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് കൗൺസിലർ പ്രശോഭ് സി വത്സനെതിരെ പോലീസ് അന്വേഷണം ഊർജിതമാക്കി.
ബലാത്സംഗം, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പരാതി പുറത്തു വന്നതിന് പിന്നാലെ ഒളിവിൽ പോയ പ്രക്ഷോഭ് കേരളം വിട്ടു എന്നാണ് പോലീസിന്റെ നിഗമനം. പ്രതി മുൻകൂർ ജാമ്യത്തിനായി ശ്രമം തുടങ്ങിയതായും സൂചനയുണ്ട്. പ്രക്ഷോഭ് ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം യുവതിയെ താമസ സ്ഥലത്തെത്തി പീഡിപ്പിച്ചു എന്നാണ് പരാതി. ഉന്നത കോൺഗ്രസ് നേതാക്കളായ ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിവരുമായുള്ള തന്റെ അടുത്ത ബന്ധം പറഞ്ഞ് പ്രക്ഷോഭ് ഭീഷണിപ്പെടുത്തിയതായും പാലക്കാട് സ്വദേശിനിയായ യുവതി ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് യുവതിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഉയർന്ന ലൈംഗിക പീഡന ആരോപണം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് CPM. പ്രക്ഷോഭിന് കോൺഗ്രസ് നേതൃത്വവുമായുള്ള ബന്ധം ഉയർത്തിക്കാട്ടിയാണ് ഇടതുമുന്നണിയുടെ പ്രചാരണം. എന്നാൽ വിഷയം ഗൗരവതരമായി എടുത്ത DCC നേതൃത്വം പ്രക്ഷോഭിനെ അടിയന്തരമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു. ധാർമ്മികതയുണ്ടെങ്കിൽ പ്രക്ഷോഭ് കൗൺസിലർ സ്ഥാനം രാജിവെക്കണമെന്നാണ് കോൺഗ്രസ് നിലപാടെടുത്തത്. പ്രക്ഷോഭിനെതിരായ ആരോപണം തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കില്ല എന്ന് UDF സ്ഥാനാർത്ഥി രമേശ് പിഷാരടി പ്രതികരിച്ചു. ചൂഷണത്തിനിരയായ പെൺകുട്ടിക്ക് നീതി ലഭിക്കണമെന്നും നിയമം അതിന്റെ വഴിക്ക് പോകട്ടെ എന്നുമായിരുന്നു രമേശ് പിഷാരടി. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അനുയായിയാണ് പ്രക്ഷോഭ് എന്നും ആശാന്റെ പണിയല്ലേ ശിഷ്യനും കാണിക്കൂ എന്നൊക്കെയാണ് കമ്മിക്കൂട്ടർ ഇപ്പോൾ ഈ വിഷയം രാഷ്ട്രീയപരമായി എടുത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.